പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായി സ്തംഭിപ്പിക്കുമെന്ന ഭീഷണിയുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഹോർമോസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ച നാവിക ഉപരോധം ബുധനാഴ്ച രാവിലെ പ്രാബല്യത്തിൽ വന്നതായി യുഎസ് സൈന്യം അറിയിച്ചു. ഇറാന്റെ കപ്പലാക്രമണത്തിനുള്ള മറുപടിയായാണ് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള ചരക്ക് കപ്പലുകളുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ നടപടി. അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തിന് മറുപടിയായാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതിന് തിരിച്ചടിയായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായി സ്തംഭിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കിയതായിരുന്നു. എണ്ണയും വാതകവും കയറ്റി അയക്കാൻ ഒന്നുകിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കുമാകണം, അല്ലെങ്കിൽ ആരെയും അനുവദിക്കില്ല, IRGC പറഞ്ഞു. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ഏപ്രിലിൽ യുഎസും തിരിച്ച് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ജൂൺ 17 ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ ഇരുഭാഗവും ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ രണ്ടാഴ്ചയായി ഹോർമൂസിലെ ബദൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടാൻ തുടങ്ങിയതോടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഹോർമൂസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണാവകാശം തങ്ങൾക്കാണെന്നാണ് ഇറാൻ പറയുന്നത്. ടോൾ ഈടാക്കാനും ലക്ഷ്യമിടുന്നു. ഹോർമൂസിലെ ഏക അംഗീകൃത പാത ഇറാന്റെ നിയന്ത്രണത്തിലുള്ളതാണെന്നും മറ്റു വഴികളിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുമെന്നും അതിനെ അവ ചരക്ക് മൂല്യത്തിന്റെ 20% ടോൾ നൽകണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഗൾഫ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റി രംഗത്തെത്തുകയായിരുന്നു. ടോൾ വാങ്ങില്ലെന്നും കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരമായി ഗൾഫ് രാഷ്ട്രങ്ങൾ യുഎസുമായി വ്യാപാര കരാർ ഉണ്ടാക്കണമെന്നും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനിയൻ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ആഗോള ഊർജ്ജ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ആശങ്ക ശക്തമായതിനെ തുടർന്ന് തുടർച്ചയായ 4-ാം ദിവസമാണ് എണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയത്. ആഗോള വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നത്. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രന്റ് ക്രൂഡ് വില 0.4% ഉയർന്ന് ബാരലിന് $85.28 യുഎസ് വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 0.5% വർദ്ധിച്ച് ബാരലിന് $80.02 ആഗോള എണ്ണ പ്രകൃതിവാതക വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. മേഖലയിലുണ്ടായ ആക്രമണങ്ങൾ ഇവിടത്തെ ചരക്ക് നീക്കത്തെ ഇതിനകം തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഇന്ധന കയറ്റുമതിയിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിൽ ഈ വർഷം ഒക്ടോബർ ഡിസംബർ മാസങ്ങളോടെ ബ്രന്റ് ക്രൂഡ് വില ബാരലിന് $110 വരെ ഉയർന്നേക്കാമെന്ന് പ്രമുഖ ആഗോള സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഇറാൻ തുറമുഖത്തേക്ക് നീങ്ങിയ എണ്ണക്കപ്പലിന് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു അമേരിക്ക. ഹോർമൂസിൽ ഇറാൻ കപ്പലുകൾക്ക് ഉപരോധമെന്നും വെടിയുതിർത്തത് മുന്നറിയിപ്പ് അവഗണിച്ചപ്പോഴെന്നുമാണ് യുഎസ് പറയുന്നത്. ഇറാനിലെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, മറ്റ് സൈനിക സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. നേരത്തെ നടന്ന ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് പുതിയ നീക്കം. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഹെങ്കാം ദ്വീപിലും അമേരിക്കൻ ആക്രമണം നടന്നതായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അമേരിക്കയുമായി അസ്തിത്വപരമായ യുദ്ധത്തിലാണ് തങ്ങളെന്നും ആവശ്യമെങ്കിൽ ഊർജ്ജ കയറ്റുമതി പൂർണ്ണമായും തടസ്സപ്പെടുത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അമേരിക്കയുടെ തിന്മ നിറഞ്ഞ നടപടികളിൽ തുടരുന്നിടത്തോളം കാലം ഒരു തുള്ളി എണ്ണയോ വാതകമോ ഈ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നടപടി. ലോകത്തെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയുടെ ഏകദേശം 5% കടന്നുപോകുന്ന ഹോർമൂസിലെ തടസ്സം ആഗോള ഷിപ്പിംഗ് മേഖലയെയും ഊർജ്ജ വിപണിയെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. സംഘർഷങ്ങൾക്കിടെ ബുധനാഴ്ച ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $84.95 എന്ന ഒരു മാസത്തിനിടയിലുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലെത്തുകയും ചെയ്തു. ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനുമായുള്ള ഇടക്കാല വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടതും ചർച്ചകൾക്ക് സാധ്യത മങ്ങുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.